നൽകുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇമാം തുബ്രാനി രേഖപ്പെടുത്തി, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം. ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല വെള്ളം സംസമാകുന്നു. ഈ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന വെള്ളത്തിൽ അതിപ്രധാനപ്പെട്ടത് സംസമാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം, ഭൂമി കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം സംസം അല്ല. അല്ല, മനസ്സിലാവുന്നുണ്ട്? പറയുമ്പോ ഒക്കെ ശരിക്കും കേൾക്കണം. ഭൂമി കണ്ടതിൽ അതിപ്രധാനമായ വെള്ളം സംസം. ഒന്നും കൊണ്ട് പറയും, അല്ല അല്ല അല്ല. ഭൂമി കണ്ടതിൽ അതിപ്രധാനപ്പെട്ട വെള്ളം മുഹമ്മദ് നബിയുടെ കൈവെള്ളയിലൂടെ ഒലിച്ചു വന്ന വെള്ളമാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഈമാനുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈമാനില്ലാത്തൊരു വെറുതെ നേരം കളയണ്ട, പോയി കോളിപ്പണി നോക്കിയിട്ട് ചിന്തിക്കണം. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ. സ്വഹീഹ് മുസ്ലിം പറയുന്നു, അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ പറയുന്നു റളിയല്ലാഹു അൻഹു, ഹുദൈബിയയിൽ ഞങ്ങൾ വെള്ളമില്ലാതെ ക്ഷാമമുണ്ടായി. ഹുദൈബിയയിൽ നബിയോടുകൂടെ ഞങ്ങൾ താമസിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം വെളുത്ത് നോക്കുമ്പോ, ഒരിക്കൽ നേരം വെളുത്ത് നോക്കുമ്പോ വെള്ളമില്ല, ഒളു എടുക്കാൻ, കുടിക്കാനില്ല, ഒളു എടുക്കാനില്ല, പറ്റേ തീർന്നു. വെള്ളമൊക്കെ പറ്റേ തീർന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഭയങ്കര രംഗാണത്. വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്, തോൽപാത്രത്തിൽ വെള്ളമില്ല. ഹുദൈബിയയിൽ താമസിക്കാൻ വേണ്ടി പോയതല്ല, സാന്ദർഭ്യേന മക്കക്കാർ തടഞ്ഞപ്പോൾ ഹുദൈബിയയിൽ നിന്ന് പോയതാവുന്നു. അപ്പൊ ഹുദൈബിയയിൽ കുറെ ദിവസം താമസിക്കാനുള്ള വെള്ളമൊന്നും കരുതിയിട്ടില്ല. ബുഖാരി മുസ്ലിം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല, വെള്ളമില്ല അല്ലേ, നേരെ കൊടുക്കും. അന്നാകട്ടെ യാത്രാ ക്ഷീണം കൊണ്ട് ഭൂരിഭാഗം ആളുകൾക്കും സ്ഖലനമുണ്ടായി. മനസ്സിലാവുണ്ടോ? ക്ഷീണായപ്പോ നൈറ്റ് ഫാൾ ഉണ്ടായി. അങ്ങനെ എല്ലാവർക്കും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുറച്ച് സഹാബികൾക്കല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ നേരം വെളുത്ത് നോക്കുമ്പോ കുളിക്കണം. ഒന്നു എടുക്കാൻ തന്നെ വെള്ളം ഇല്ല, ഒന്നുമില്ല. ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്ത് ലേശം വെള്ളം ഉണ്ടായിരുന്നു അവിടുന്ന് മുസ്തഫ നബി. അതുകൊണ്ട് അങ്ങനെ ഒളു ചെയ്യാ സുബഹിക്ക് ഞങ്ങൾ ചെന്നപ്പോ. ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വഅന്നാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. കുടുങ്ങിയാൽ പിന്നെ എത്തിച്ചേരാനുള്ളത് അമ്പിയാക്കളിലേക്കാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി എന്താ? എന്നാ റസൂലുള്ളാഹിനോട് പോയി നോക്കാം. ഞങ്ങൾ നബിയോട് അരികിൽ, നബിയെ ഫഖദനൽ മാ, വെള്ളമില്ലല്ലോ. അപ്പോൾ ചോദിച്ചു, ഹൽ ഇൻദകും ഇനാഉൻ കബീർ, വലിയ പാത്രം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരീന്ന്. മനസ്സിലാവണില്ല. വെള്ളം ഉണ്ടാക്കി കൊടുക്കാം, കോയൽക്കിണർ അടിച്ചോളൂ എന്നല്ല പറഞ്ഞത്. നല്ല രസമുണ്ട്, ചിന്തിക്കണം. വെള്ളമില്ല എന്നാണ്, പാത്രം വലിയ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പാഞ്ഞിട്ട് വലിയൊരു പാത്രം കൊണ്ടുവന്നു. പാത്രം കൊണ്ടുവന്നപ്പോൾ പാത്രത്തിലേക്ക് പറയും മനുഷ്യന്മാർ അങ്ങോട്ട് നീട്ടി കൊടുത്തു. വെള്ളം അങ്ങോട്ട് ഉറവെടുത്തിട്ട് ഇങ്ങോട്ട് ഒഴുകി. അങ്ങനെയാണ് അങ്ങോട്ട് ഒഴുകി. വെള്ളം അങ്ങനെ ഒഴുകി. വെള്ളം ഒഴുകി, പാത്രം നിറഞ്ഞു. ഞങ്ങൾ സിഖാകൾ, ഞങ്ങൾ തോൽപാത്രങ്ങൾ മുഴുവനും കൊണ്ടുവന്നു, നിറച്ചു. എന്നിട്ടും വെള്ളം അങ്ങനെ തന്നെ. ഈ റബ്ബർ വെട്ടുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഈ റബ്ബറിന് ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ ഒരു പാത്തി വെച്ചു കൊടുക്കും. അതാകെ ഒരു ചിരട്ട നിറയാനൊന്നും ഉണ്ടാവില്ല. അതല്ല ഇത് കഥ. കിഴക്കുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതല്ല, ഇങ്ങോട്ട് വന്നു, വെള്ളം അങ്ങനെ ഇങ്ങോട്ട് വരിക തന്നെ, വെള്ളം അങ്ങനെ വന്നു. സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് ഒഴുകിയിട്ട് വന്നു. പാത്രം നിറഞ്ഞു, തോൽപാത്രം നിറഞ്ഞു. ഒട്ടകങ്ങളെ കുടിപ്പിച്ചു, കുളിപ്പിച്ചു. തോൽപാത്രങ്ങളിൽ നിറച്ചു. എല്ലാവരും വുളു ചെയ്തു, കുളിച്ചു. തോൽപാത്രം മുഴുവനും നിറഞ്ഞു. എന്നിട്ടും ഇരു സഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞപ്പോൾ താബിഈങ്ങൾ ചോദിച്ചു, കം കുൻതും ഫീ ദാലികൽ യൗം. സ്വഹീഹ് മുസ്ലിം. ഈമാനുള്ളവനെ നീ ചിന്തിച്ചോ, ഇല്ലെങ്കിൽ നേരെ രണ്ടാക്ക് പോകാനുള്ള വഴിയുണ്ട്, ഇങ്ങനെ പോയിക്കോ. ഇമാനുള്ളവർക്ക് വേണ്ടിയാ പറയുന്നത്. ഇതാണ് തഅലീമാണ്, ആദരവാണ് ദീൻ. ദീൻ എന്നാൽ
ദീനെന്നാ കുറെ നിസ്കരിച്ചിട്ട് തലമ്മേൽ വേര് മുളക്കലല്ല. അങ്ങനെ ചില മനുഷ്യന്മാർ മനസ്സിലാക്കി. അതൊക്കെ വേണം. ആദരവാണ് ദീൻ. ആദരവില്ലാത്തവന് എന്ത് നമസ്കാരമാണ്? ഇതൊക്കെ ആദരവിന്റെ ഭാഗമാണ്. ഈ സംസം അടക്കം ചിന്തിക്കണം. സ്വഹാബികളോട് താബിഈങ്ങൾ ചോദിച്ചു, കം കുൻതും ഫീ ദാലികൽ യൗം, ആ ദിവസം നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? ഖാലു, സ്വഹാബികൾ പറഞ്ഞു, കുന്നാ 15 ഞങ്ങൾ 1500 ആളുകൾ ഉണ്ടായിരുന്നു. 1500 ആളുകൾക്ക് വേണ്ടി ഇങ്ങോട്ട് പറയും മനുഷ്യന്മാർ, കുളിക്കുക, കുടിക്കുക, ഭക്ഷണം പാകം ചെയ്യുക, തോൽപാത്രം നിറക്കുക, അവരുടെ ഒട്ടകങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ടും എന്നിട്ടും വെള്ളം. ജാബിർ ഇത് ചോദിച്ച താബിഈങ്ങളോട് പറഞ്ഞു, ലൗ കുന്നാ 100,000 ലകഫാനാ മാഉ റസൂലില്ലാഹ്, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് ഞങ്ങൾക്ക് വേണ്ട വെള്ളം വന്നിരുന്നു. മനസ്സിലാവണില്ല. മുസ്ലിം, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈമാനുള്ളൊരു ചിന്തിക്കും. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ വകയല്ല, ഞാൻ എവിടുന്നെങ്കിലും മൗലിദ് കിതാബ് എന്ന് വായിക്കാന്ന് കരുതണ്ട, എടുത്തു നോക്ക്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൗ കുന്നാ 100,000 ലകഫാനാ മാഉ റസൂലില്ലാഹ്, 100,000 ആളുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് കുളിക്കാൻ മാത്രമുള്ള വെള്ളം ആ കയ്യിലൂടെ വന്നിരുന്നു. ഒരു സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു. ഈ വെള്ളമാണ് അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ, ഭൂമിക്ക് മുകളിൽ വന്ന ഏറ്റവും വലിയ വെള്ളം മുഹമ്മദ് നബിയുടെ കൈവെള്ളയിലൂടെ വന്ന വെള്ളമാവുന്നു. അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഏതായാലും ഉണ്ടായില്ല. അള്ളാഹു പരലോകത്തെങ്കിലും അത് ഹബീബിന്റെ കൗസർ കുടിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അത് കിട്ടും. അത് കിട്ടിയാൽ മതിയല്ലോ.